ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. അതിനു വേണ്ടി മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ, തക്കാളി, പച്ചമുളക്, പിന്നെ അരപ്പിനാവശ്യമായിട്ട് തേങ്ങ, ഉള്ളി, വലിയ ജീരകം, കറിവേപ്പില, ചെമ്മീൻ. ഈ അരപ്പൊക്കെ പാടി നമുക്കൊന്ന് അരച്ച് വരണം. അതിന് മുന്നേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് വരാം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അരക്കാം. മാങ്ങ, ചക്കക്കുരു, മുരിങ്ങക്കായ വെച്ചിട്ട് കറി വെക്കുക നമ്മൾ ആസിഫ് അലി പറഞ്ഞ റെസിപ്പിയും കൂടെ കേട്ടോ. സാധാരണ ഇവിടെ ചെമ്മീൻ കറി വെക്കുമ്പോൾ ചക്കക്കുരു ഇത് മൂന്നും കൂടെ ഒരുമിച്ചിടലില്ല. ഇനി നമുക്ക് ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചക്കക്കുരു ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമുളക്. ഇത് പെട്ടെന്ന് ഇതിൽ പുളിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ മാങ്ങൻ്റെയും തക്കാളീൻ്റെ പുളി തന്നെ ഉണ്ടാവും. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ ഇത് മുരിങ്ങക്കായ. അത് വെന്തുടയാതിരിക്കാനാണ്. ഈ മാങ്ങൻ്റെ കൂടെ തന്നെ ചെമ്മീനും ഇടുന്നുണ്ട്. ചെമ്മീനും വേവുള്ള കാരണം. പിന്നെ ഇനി ഇതിലേക്ക് അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് നല്ല വെള്ളമൊഴിച്ച് അത്യാവശ്യം വെള്ളമൊഴിച്ച് നല്ല മിക്സാക്കാം. ഇത് കറി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കുക. ഉലുവ ഇടാൻ മറന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ അടുപ്പത്താണ് വെക്കുന്നത് കറി. അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് ഒന്ന് നല്ല മൂടി വെക്കരുത്. അപ്പോൾ തിളച്ച് പോവാൻ സാധ്യതയുണ്ട്. ഒന്ന് ചെറുങ്ങനെ അടപ്പ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. നല്ല തിളച്ച് വന്നാൽ ചക്കക്കുരു എടുത്ത് നോക്കിയിട്ടൊന്ന് കയ്യിലും കൊണ്ട് തന്നെ ഒന്ന് കഷ്ണം മുറിച്ച് വെക്കുക. അപ്പം വെന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങാക്കായ ഒന്നിട്ട് കൊടുക്കാം. മുരിങ്ങാക്കായ ഇട്ടതിന് ശേഷം നല്ല ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ജസ്റ്റ് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് മുരിങ്ങക്കായ പെട്ടെന്ന് വേവും കേട്ടോ. എന്നിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ടെടുക്കാം. അതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്കൊരു ബ്രൗൺ കളറായി വരുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ടേസ്റ്റി ചെമ്മീൻ കറി റെഡി ആയിക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്